Our question is, construct a DFA such that every string accepted must end with BA. അതായത് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്ന ഡി എഫ് എ ആക്സെപ്റ്റ് ചെയ്യാൻ പോകുന്ന സ്ട്രിങ്സ് എൻഡ് ചെയ്യുന്നത് ബി എന്നുള്ള ഒരു സ്ട്രിങ് വെച്ചിട്ടാണ്. അല്ലെങ്കിൽ ദിസ് മസ്റ്റ് ബി ദ എൻഡ് സബ് സ്ട്രിങ് ഓഫ് ദ ഡി എഫ് എ വി ആർ ഗോയിങ് ടു ഡിസൈൻ. സോ what will be the base string or the minimal string of the DFA? BA. കാരണം ഈ സ്ട്രിങ് വെച്ചിട്ടാണ് അത് എൻഡ് ചെയ്യേണ്ടത്. സോ BA will be our minimal string or base string. ഇപ്പോൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് 3 ആയിരിക്കും. സോ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ ഗെറ്റിംഗ് ദ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്? ദാറ്റ് ഈസ് മിനിമൽ സ്ട്രിങ്ങിന്റെ ലെങ്ത് 2 plus 1. So 3 states are ഉണ്ടാവുക and this will be our minimal string. So Q0 is our start state. Upon giving symbol B, it will move on to the state Q1. Then upon receiving the input symbol A, it will move on to the state Q2 and that will be our final state. അപ്പോൾ ബി എന്നുള്ള ആ ഒരു സ്ട്രിങ് വെച്ചിട്ടാണ് നമ്മുടെ string end ചെയ്യേണ്ടത്. So that will be the acceptable language. Suppose Q0 A എന്നുള്ള ഇൻപുട്ട് സിമ്പിൾ വന്ന എന്താ ഉണ്ടാവുക? It can loop in the Q0 itself. For example, take a string like ABA. This string is acceptable because as per our condition, the string must end with the substring BA. ഇവിടെ ബി എ വെച്ചിട്ട് തന്നെയാണ് എൻഡ് ചെയ്യുന്നത്. സോ ദാറ്റ് സ്ട്രിങ് ഈസ് ആക്സെപ്റ്റബിൾ. സോ ചെക്ക് ഹിയർ ABA. ഇറ്റ്സ് ഓക്കെ. സോ Q0 A വന്നാൽ ഇറ്റ് വിൽ ലൂപ്പ് ഇൻ Q0 itself. B വന്നാൽ ഇറ്റ് വിൽ മൂവ് ഓൺ ടു ദ സ്റ്റേറ്റ് Q1. Then consider Q1. What happens when A comes? It will move on to the state Q2. That is our final state. Then Q1, if a B comes, what happens? It will loop here. For example, check with a string like ABA. So what happens? ABA, a string like ABBA. What happens? A, Q0 itself. B, it will move on to Q1. Again AB, it will loop in Q1 itself and getting the A, it will move on to Q2. So this string is acceptable as BA is the substring which the string ends with. So നമ്മുടെ condition satisfied ആണ്, end with BA. അപ്പോൾ Q1 ൽ A വന്നാൽ it will move on to Q2, B വന്നാൽ it will loop in the Q1 itself. Moving on to the state Q2. Q2 ൽ എ എന്നുള്ള ആൽഫബറ്റ് വരികയാണെങ്കിൽ, ആൽഫബറ്റ് എ എന്നുള്ള സിമ്പിൾ ഇൻപുട്ട് റീഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? ആക്ച്വലി ഇഫ് എ ക്വസ്റ്റ്യൻ ലൈക്ക് എൻഡ് വിത്ത് സംതിങ്, അങ്ങനെ ഒരു എൻഡ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന കേസുകളൊക്കെ ആണെങ്കിൽ നോർമലി ഡെഡ് സ്റ്റേറ്റ് എന്നുള്ള കേസസ് നമ്മൾ പോസിബിളി ഉണ്ടാവില്ല. ഇൻ ദ സെൻസ് നമുക്ക് ആ ഒരു സ്ട്രിങ് കംപ്ലീറ്റ്ലി ചെക്ക് ചെയ്തതിൻ്റെ എൻഡിൽ എത്തിയാൽ മാത്രമേ വെദർ ദ സ്ട്രിങ് ഈസ് ആക്സെപ്റ്റബിൾ ഓർ നോട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കേസിൽ ദ മെഷീൻ വിൽ ട്രൈ ടു മേക്ക് ഇറ്റ് ആക്സെപ്റ്റബിൾ. അതായത് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എൻഡ് വരെ എത്തണം, എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഫ് Q2 ഒരു A വരികയാണെങ്കിൽ ഇറ്റ് വിൽ മൂവ് ഓൺ ടു Q0. സോ ചെക്ക് എ സ്ട്രിങ് ലൈക്ക് BAABA. When B comes, it will move on to Q1. Then A comes, it will move on to Q2. Again A, it will move on to Q0. Then BA. So the string ends with again BA and the string is acceptable. Okay. Then what remains is B. So when an input symbol like B comes, what happens is it will move on to Q1. അപ്പോൾ എന്താണ്? Definitely it will be, then comes an A. So it will reach the final state and string is acceptable. For example, if we have a string like BABA. So what happens? BA, again there comes a B. So it will move on to Q1 and A comes, it will move on to Q2. So this is the
DFA of this particular question N with BA. അതായത് N with BA എന്ന് പറയുമ്പം നമ്മുടെ ബേസ് സ്ട്രിങ് BA ആണ്. അപ്പോൾ BA വെച്ചിട്ട് നമ്മൾ ബേസ് സ്ട്രക്ചർ ഓഫ് DFA ഡിസൈൻ ചെയ്തു. ഓരോ സീറ്റ്സിലും എയുടെയും ബിയുടെയും ട്രാൻസിഷൻസ് കൺസിഡർ ചെയ്യുക. പിന്നെ ഇവിടെ ഡെഡ് സ്റ്റേറ്റ് എന്നുള്ളൊരു പോസിബിലിറ്റി ഉണ്ടാവില്ല, ബിക്കോസ് വി നീഡ് ടു ചെക്ക് ടിൽ ദ എൻഡ് ടു ഗെറ്റ് ടു നോ വെദർ ദ സ്ട്രിങ് ഈസ് ആക്സെപ്റ്റബിൾ ഓർ നോട്ട്. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സിൻ്റെ നോട്ട്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് അവൈലബിൾ ആയിരിക്കും. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്കത് ഇടാം, നമുക്ക് ക്ലിയർ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.